ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഡെയിലി വൈകിട്ടാകുമ്പോഴത്തേക്കും ഞാനത് നടക്കാനൊക്കെ പോവും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു മിനി വ്ളോഗാണ് കേട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നല്ല. ബട്ട് വൈകിട്ട് ഞാനിങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഒക്കെ എനിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. സോ അപ്പം നമുക്ക് പോകാം. ഞാൻ വൈകിട്ട് നടക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കും പാട്ടൊക്കെ കേട്ട് അങ്ങനെ അങ്ങ് പോവും. അപ്പോൾ എനിക്ക് നടക്കുന്ന ദൂരം ഒന്നും അറിയത്തില്ല. ആ ഒരു ടയർഡ്നെസ് അതൊന്നും ഫീൽ ചെയ്യത്തില്ല. കുറേ ദൂരം ഞാൻ നടക്കും. ഒരു 6 to 6.5 കിലോമീറ്റേഴ്സോളം ഞാൻ നടക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വൈകിട്ട് നടക്കാൻ പോകുന്ന കഥകൾ. ഞാൻ നടക്കാൻ വരുമ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്ക് ഈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് ഞാൻ നടക്കാൻ വരും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാൻ വന്നത് നടക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്തോടെ കയറിയൊരു ഫുൾ റൗണ്ട് എടുത്ത് വരുമ്പോൾ തന്നെ അത്യാവശ്യം അതൊരു നല്ല വലിയ റൗണ്ടാണ്. അപ്പോൾ തന്നെ ഏതാണ്ട് തൃപ്തിയാവും. അപ്പോൾ വെൽക്കം ടു ഇൻ്റർനാഷണൽ എയർപോർട്ട്. എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ ഒരുപാട് പേര് നടക്കാൻ വരും. എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു അങ്ങനെ നടക്കാൻ പറ്റും എന്നുള്ളത്. ഒരു ദിവസം ഞാൻ വന്നപ്പോഴത്തേക്കുമാണ് ഒരുപാട് പേര് ഇതിനകത്ത് നടക്കുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് നടക്കാൻ ഒരു പ്രത്യേക രസമാണ്. നല്ല കാറ്റും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഫുട്പാത്തിൽ ഇവിടെ ഇരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയല്ല, കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഇരിക്കാം. അപ്പോൾ എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ വന്ന് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇതിനകത്ത് നടക്കാൻ വരാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നത് നമ്മുടെ മോൾ ഓഫ് ട്രാവൻകൂറിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയുണ്ടല്ലോ, ആ ഗേറ്റ് വഴിയാണ് ഞാനിപ്പോൾ അകത്തേക്ക് വന്നത്. അപ്പോൾ ഇടയ്ക്കൊരു ദിവസം ഞാൻ ഇതേപോലെ വേറൊരു ഗേറ്റ് വഴി ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അന്നേരം പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് നോ എൻട്രി എന്നാണ്. ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ കയറാൻ പാടില്ലാത്ത ഏതോ വഴി കൂടെ കയറി എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഇല്ല, ഇതേപോലെ ആൾക്കാർ നടന്നൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് നടന്നങ്ങ് പോയി. ഇന്നിപ്പോൾ നല്ല ഭംഗിയുണ്ട് ആകാശം കാണാനായിട്ട്. കണ്ടാൽ ഈ വെള്ളമൊക്കെ കണ്ട പോലെ ആയിരിക്കുന്നല്ലേ. നല്ല ഭംഗിയുണ്ട് ഇന്ന് കാണാനായിട്ട്. നൈസ് വ്യൂ. ഞാൻ അന്നൊരു ദിവസം വന്നപ്പോൾ ഇവിടെ താഴെ ഒരു ബാരിക്കേഡ് വെച്ചേക്കുന്നില്ലേ, അതിൻ്റെ അവിടെ ഞാൻ അന്നിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ മേലേക്ക് നോക്കിയപ്പോഴത്തേക്കുമാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് ഫ്ലാഗ് കാണാമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തുപോലെ ഇവിടെ ഇരുന്നപ്പോഴായിരുന്നു ഇങ്ങനെ കണ്ടപ്പോൾ ഞാനൊരു സ്റ്റോറി എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ വരുമ്പോൾ നല്ല രസം കേട്ടോ. കണ്ടോ, എനിക്കിഷ്ടമാണ് ഇവിടെ വന്ന് ഇവിടെ ഇങ്ങനെ നടക്കാൻ എനിക്കിഷ്ടമാണ്. താഴെ കൂടെ ഇപ്പം നമ്മളിങ്ങനെ ഇറങ്ങി വന്നില്ലേ, ഇനി ഇതിലേ കൂടെ ചുറ്റി അതിലേ കയറി അങ്ങനെ ഇറങ്ങി അങ്ങനെ ഞാൻ പോവാം. നമ്മളിതിലേ നടന്ന് അതിലേ കൂടെ ചുറ്റി അങ്ങനെ വന്നിട്ട് ദേ അവിടെ ഒരു പ്ലെയിനൊക്കെ കിടക്കുന്നു കണ്ടോ, പ്ലെയിൻ. എന്നിട്ട് ഇത്രയും കഴിഞ്ഞ് ഇവിടെ കൂടെയൊക്കെ നടന്ന് അങ്ങാറ്റത്തുനിന്ന് പിന്നെ നടന്ന് ഇതിലേക്ക് കയറി പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും. നമ്മൾ നേരത്തെ അതിലേക്കൂടെ വന്നില്ലേ, അതിലേക്ക് ഇറങ്ങി തിരിച്ച് വന്നിട്ട് ഇതിലേക്ക് കൂടി അങ്ങോട്ട് പോകും. അതിൽ കൂടെ ഇറങ്ങിയാൽ പിന്നെ ഫുൾ നമ്മൾ ലെഫ്റ്റിൽ കൂടെ തന്നെ ചുറ്റി പോകണം. എനിക്ക് അത്രയും ആരോഗ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് വന്ന വഴിയെ തന്നെ നമുക്ക് പോവാം.
അത്യാവശ്യം ഞാനിന്ന് നല്ല പണിയെടുത്തിട്ടുണ്ട്. കുറേ നാൾ, അതായത് ഞാൻ കുറച്ച് നാളായി നടന്നിട്ട്. ഇടയ്ക്ക് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പം എനിക്ക് നടക്കാൻ പോകാൻ പറ്റില്ല. ഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെ മഴ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസമായി ഞാൻ നടന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നത്തെയും പോലെ ഞാൻ ഈ 6 കിലോമീറ്റർ ഒന്നും നടക്കാൻ പോയില്ല, എങ്കിൽ ഞാൻ ഡെഡ് ബോഡി ആയിട്ട് ഞാൻ തിരിച്ചു വന്നേനെ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ആണ് ഞാൻ നടന്നത്. നാളെ എനിക്കത് വീണ്ടും കൂട്ടണം. ഞാൻ എല്ലാ പ്രാവശ്യവും അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് ഡേ ഞാൻ നടന്നപ്പോൾ ഒരു 4 കിലോമീറ്റർ പോയി. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും ഞാൻ ഒരു 5 കിലോമീറ്റർ ഞാൻ ഒരു ടാർഗറ്റ് വെച്ചേക്കും. ആ ടാർഗറ്റ് ഞാൻ ക്രോസ് ചെയ്യും. അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ 6 കിലോമീറ്റർ നടന്നു. അതിൻ്റെ അടുത്ത ദിവസം ആയപ്പോൾ ഞാൻ 7 കിലോമീറ്റർ ആക്കി. അങ്ങനെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഒരു കുഞ്ഞ് വ്ളോഗേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതിലങ്ങനെ വലിയ സംഭവങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നടക്കാൻ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ, ഞാൻ എവിടെയാണ് നടക്കാൻ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കയറട്ടെ വീട്ടിലോട്ട്. സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ, സ്റ്റേ ഹെൽത്തി. അപ്പോൾ ഹോപ്പ് യു ആൾ എൻജോയ്ഡ് വാക്കിംഗ് വിത്ത് മീ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.